ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ലെന്ന വ്യോമസേന ഊഹാപോഹങ്ങൾ തള്ളിക്കളയണമെന്നും വിവരങ്ങൾ വാർത്താ സമ്മേളനം നടത്തി അറിയിക്കും. വ്യോമസേന വാർത്താ സമ്മേളനം നടത്തി അറിയിക്കുമെന്നും വ്യോമസേന അറിയിച്ചു. KC ഉണ്ണികൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. ഉണ്ണി, വാർത്താ സമ്മേളനത്തിലൂടെയായിരിക്കും ഇനിയുള്ള സുപ്രധാന തീരുമാനങ്ങളൊക്കെ അറിയിക്കുക അല്ലേ? കാളിദാസ്, തീർച്ചയായും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്നതാണ് വ്യോമസേന വ്യക്തമാക്കിയത്. വ്യോമസേന ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് വ്യോമസേന ഭാഗത്തു നിന്ന് ഉണ്ടായെന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. ഓപ്പറേഷൻ കരുതലോടെ തുടരുകയാണ്. എല്ലാ കാര്യങ്ങളും വാർത്താ സമ്മേളനം നടത്തി അറിയിക്കുമെന്നും വ്യോമസേന വ്യക്തമാക്കുന്നു. കൂടാതെ കൃത്യതയോടെയും പ്രൊഫഷണലിസത്തോടെയും വിജയകരമായി ഈ ഓപ്പറേഷൻ നിർവഹിക്കാനായി കഴിഞ്ഞു. ഇപ്പോഴും തുടരുന്നതിനാൽ വിശദമായ ഒരു വിശദീകരണം യഥാസമയം വിശദീകരണം നൽകുമെന്നാണ് വ്യോമസേന വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുടെ ഊഹാപോഹങ്ങളിൽ നിന്നും പ്രചാരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നൊരു ആഹ്വാനം കൂടി നൽകുന്നു. ചില ഊഹാപോഹങ്ങളെല്ലാം തന്നെ പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കണം എന്നതും വ്യോമസേന വ്യക്തമാക്കുന്നു. എന്തായാലും കൃത്യമായ സമയത്ത് കൃത്യമായി തന്നെ വിവരങ്ങൾ അറിയിക്കുമെന്നതാണ് വ്യോമസേന വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ തുടരുക തന്നെയാണ്, അത് അവസാനിപ്പിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ വ്യോമസേന വ്യക്തമാക്കിയത്. ഔദ്യോഗികമായ സ്ഥിരീകരണം തന്നെയാണ് വ്യോമസേനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ കൃത്യതയോടെ നിർവഹിക്കാനായി കഴിയുന്നുണ്ട്, അത് തുടരുകയാണ്, അവസാനിപ്പിച്ചിട്ടില്ല എന്നതാണ് പറയുന്നൊരു കാര്യം. കൂടാതെ സ്ഥിരീകരിക്കാത്ത ഊഹാപോഹങ്ങളുടെ പിന്നാലെ നടക്കരുത്, അല്ലെങ്കിൽ ഊഹാപോഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം, പ്രചാരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നതാണ് വ്യോമസേന വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും യഥാസമയം കൃത്യമായി തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുമെന്നതുമാണ് വ്യോമസേന വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു എക്സിൽ ഇക്കാര്യം വിശദമായി തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഔദ്യോഗികമായ സ്ഥിരീകരണമാണ് കാളിദാസ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഉണ്ണി, എന്തായാലും പ്രതിരോധ മന്ത്രി സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയാണ് രാജ്യം എന്നുള്ള തരത്തിലും ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ രാജ്യം കൂടുതൽ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്ന നടപടികളിലേക്ക് കടക്കുകയാണ് എന്നുള്ളതടക്കം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, തുടരും എന്നുകൂടി സൈന്യം പറയുന്ന ഒരു സാഹചര്യത്തിൽ പ്രഹരം ഇനിയും പാകിസ്ഥാന് മേൽ തുടരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ? കാളിദാസ്, എന്തായാലും ഈ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും എല്ലാ തരത്തിലും ഇന്ത്യ സജ്ജമാണ് എന്ന് തന്നെയാണ് അപ്പോൾ കാളിദാസ് സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. എന്തായാലും സൈനിക ശക്തി കൂട്ടുന്നു, കൂടാതെ ഈ രീതിയിൽ ഓപ്പറേഷൻ തുടരുമെന്ന് അറിയിക്കുന്നു എന്നതാണ് ഔദ്യോഗികമായി നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ശക്തമായി തന്നെ ഉള്ള എന്തും നേരിടാൻ സജ്ജമാണെന്ന രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്നത് തന്നെയാണ് പ്രധാനമായും വ്യോമസേന വ്യക്തമാക്കുന്ന ഒരു കാര്യം. ചില ഊഹാപോഹങ്ങളും പ്രചരണങ്ങളും ഉണ്ട്, അതിൽ നിന്നെല്ലാം തന്നെ വിട്ടുനിൽക്കണമെന്നൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ഔദ്യോഗികമായി തന്നെ വിവരങ്ങൾ അറിയിക്കും, ഒരു വാർത്താ സമ്മേളനം വിളിച്ച് യഥാസമയം വിവരങ്ങൾ കൃത്യമായി തന്നെ അറിയിക്കുമെന്നാണ് വ്യോമസേന ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഔദ്യോഗികമായി അവർ എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ യഥാസമയം കാര്യങ്ങൾ അവതരിപ്പിക്കും. കൂടാതെ ഈ നേരത്തെ ഇക്കാര്യത്തിൽ പ്രൊഫഷണലായി തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വിജയകരമായി പ്രൊഫഷണലായി തന്നെ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നു. എന്തായാലും ഔദ്യോഗികമായ സ്ഥിരീകരണം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വന്നിട്ടുള്ളത്. കാളിദാസ്, ശരി, KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല, അതിനിയും തുടരും എന്ന് വ്യോമസേന അറിയിച്ചിരിക്കുന്നു. ഇനിയും വിവരങ്ങളൊക്കെ വാർത്താ സമ്മേളനത്തിലൂടെ പങ്കുവെക്കുമെന്നുള്ളതും കൂടിയാണ് വ്യോമസേന അറിയിക്കുന്നത്. നിരവധി ഊഹാപോഹങ്ങളുണ്ട്, ആ ഊഹാപോഹങ്ങളൊക്കെ തള്ളിക്കളയുക എന്നുള്ളതും കൂടിയാണ് വ്യോമസേന അറിയിച്ചിരിക്കുന്നത്. നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു.